ഇന്ന് നമ്മൾ പാവയ്ക്ക ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പാവയ്ക്ക ഡ്രൈ ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി വട്ടത്തിൽ അരിഞ്ഞ പാവയ്ക്കകത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് കയ്പും കൂടി കുറയും. അതുകൊണ്ട് ഇത്രയും നീര് നമുക്ക് പാവയ്ക്കകത്തു നിന്ന് എടുത്ത് കളഞ്ഞതാണ്. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചതിന് ശേഷം കടുകെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കടുകെണ്ണ ഒഴിക്കുന്നത് കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ റെസിപ്പിക്കകത്തൊക്കെ കൂടുതൽ അവർ കടുകെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ച പാവയ്ക്കയില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി കടുകെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ സാദാ ജീരകമില്ലേ, ആദ്യം സാദാ ജീരകം, പിന്നെ നമ്മൾ വലിയ ജീരകം, പിന്നെ കുറച്ച് കടുക്, അത് കഴിഞ്ഞിട്ട് കായം, പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, ഇത്ര ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാള ഇടാം. 3 സവാളയാണ്, ചെറിയ സവാളയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒരുപാട് അങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാവയ്ക്കയില്ലേ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. മസാലപ്പൊടികൾ അതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജീരകപ്പൊടിയില്ലേ, ജീരകം നമ്മൾ പൊടിച്ചത്, അത് ജീരകപ്പൊടി കുറച്ച് 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച പച്ചമണമൊക്കെ മാറി അതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവണ്ടേ, അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ എന്താ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മുടെ പാവയ്ക്ക ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇത് റോ മാംഗോ പൗഡറാണ്, അതായത് നമ്മുടെ പച്ചമാങ്ങ പൊടിച്ച പൗഡറാണ്. ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.